ഡാറ്റ അനലിറ്റിക്സിനെ പറ്റി ആളുകൾ പറയാറുള്ളത് ഹൈ ഡിമാൻഡ്, ഹൈ സാലറി, അമേസിംഗ് കരിയർ ഗ്രോത്ത് എന്നുള്ളതാണ്. ഇതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ആരും പറഞ്ഞു തരാറുമില്ല, ചിന്തിക്കാറുമില്ല. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജോഷ്. ഞാൻ എഡ്യൂറിലെ ഡാറ്റ അനലിറ്റിക്സ് ട്രെയിനറാണ്. നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൂൾസ് തുടങ്ങണം, ഏത് സ്കിൽസ് ഏൺ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ടൂൾസിൻ്റെ എൻ്റെ റോഡ് മാപ്പ് അവൈലബിൾ ആണ്. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡാറ്റാ ബേസ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി നമ്മൾ എന്താണ് ഡാറ്റ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡാറ്റ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഫാക്റ്റിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അതേപോലെ ഒരുപാട് ഡാറ്റ പോയിൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ സെറ്റ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഡാറ്റാബേസ്? ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് നമ്മൾ ഒരുപാട് മോഡൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയും. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ ഒരുപാട് വാല്യൂസ് അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ പോയിൻറ്റ്സുകൾ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, അതേപോലെ തന്നെ അവിടെ വെച്ച് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്നതിനുപരി ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് വേണ്ട രീതിക്ക് ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ക്ലൗഡ് സെർവറൊക്കെ പോലെ നമുക്ക് പെട്ടെന്ന് ഏതൊരാൾക്കും ഒരു യൂസേഴ്സിനെ ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും എളുപ്പമായിട്ടുള്ള ഒരു ഇതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. മാത്രമല്ല സെക്യൂർഡാണ്. നമുക്കറിയാം ഡാറ്റ എന്ന് പറയുന്നത് അത്രയും നമുക്ക് സെക്യൂരിറ്റി നൽകേണ്ട ഒരു സംഭവമാണ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ വെക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഫോണിൽ വെക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂറബിളാണ് ഒരു ഡാറ്റാബേസിൽ വെക്കുന്നത് എന്നുള്ളത്. കാരണം അതിൻ്റെ ആക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡൻഷ്യൽസ് കിട്ടുന്ന അതിൻ്റെ യൂസേഴ്സിനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതായത് ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയും. അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ എല്ലാവർക്കും അതിൻ്റെ ആക്സസ് ഒരിക്കലും കിട്ടില്ല. അതിൻ്റെ ക്രെഡൻഷ്യൽ കൊടുത്ത അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ആ ഒരു ഡാറ്റാബേസിന് ക്രെഡൻഷ്യൽ കൊടുത്ത ആളുകൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിലും നമ്മളൊരു സ്കൂളിൻ്റെ കേസിൽ കുറച്ച് സ്റ്റുഡൻസിൻ്റെ മാർക്സും അവരുടെ ഗ്രേഡ്സും അവരുടെ പാരൻറ്റ് ഡീറ്റെയിൽസും അവരുടെ സ്ഥലവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡാറ്റാബേസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ളൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് തന്നെ അത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് അവരുടെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് പെട്ടെന്ന് കളക്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഈ ഒരു ഡാറ്റാബേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റാബേസിൽ നിന്നും കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഈ ഡാറ്റാബേസിലോട്ട് പുതിയൊരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റുഡൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അവരുടെ പേര് മാറ്റാനോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചസ് നടത്താം. അതെല്ലാം നമുക്ക് ഈ ഒരു ഡാറ്റാബേസിൽ പറ്റും. സോ അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. മോഡൽസുകളെ സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ, അതല്ലെങ്കിൽ ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ക്ലൗഡ്, അതിനാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിനെയാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 2 ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ആണ്. റിലേഷണൽ ഡാറ്റാബേസ്, നോൺ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്സ് ഓഫ് ഡാറ്റാബേസുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് എന്നുള്ള ഡിസ്കസ് ചെയ്യാം. റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്തത് ടേബിൾ ഫോർമാറ്റിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോസും കോളംസും ഉള്ള ഫോർമാറ്റിനെയാണ് നമ്മൾ ടേബിൾ ഫോർമാറ്റ് എന്ന് പറയാം. നമ്മൾ എക്സൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റോസ് എന്താണ് കോളംസ് എന്താണെന്നുള്ളത് പറഞ്ഞതാണ്. ആ സമയത്ത് റോസും കോളംസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ ടേബിൾ ഫോർമാറ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന രീതിക്കുള്ള ഡാറ്റാബേസുകളെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് MySQL, അതുപോലെ തന്നെ PostgreSQL, ഒറാക്കിൾ എന്നൊക്കെ പറയുന്ന ഡാറ്റാബേസുകൾ ഈ ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇത്തരത്തിലുള്ള ഡാറ്റാബേസുകളിലൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. ദെൻ സെക്കൻഡ് വണ്ണാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഗ്രാഫുകളായിട്ടോ അല്ലെങ്കിൽ ജെയ്സൺ ഫോർമാറ്റിലൊക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ വൈഡ് കോളംസൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഫോർമാറ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്.
അപ്പോൾ ജെയ്സൺ ഫോർമാറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈത്തണിൽ കീ വാല്യൂ പെയേഴ്സ് എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ഡിക്ഷണറി എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പ് നമ്മൾ വരും സെക്ഷനിൽ, പൈത്തൻ്റെ സെക്ഷൻസിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റനെ കീ വാല്യൂ പെയേഴ്സ് ആക്കി സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസുകൾക്കാണ് നമ്മൾ നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NoSQL എന്നും നമ്മൾ പറയാറുണ്ട്. മറ്റേ റിലേഷൻ ആണെങ്കിൽ SQL ഫോർമാറ്റിലുള്ളതാണ്, ഇവിടെ ആണെങ്കിൽ NoSQL ഫോർമാറ്റിലുള്ളതാണ്. സോ ഇത്തരത്തിന് എക്സാമ്പിളാണ് MongoDB, കസാൻഡ്ര, റെഡിസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഡാറ്റാബേസുകൾ. ഇത്തരത്തിലുള്ള ഡാറ്റാബേസുകളിലൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ജെയ്സൺ ഫോർമാറ്റിലോ അതല്ലെങ്കിൽ ഗ്രാഫ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ വൈഡ് കോളംസ് എന്ന് പറയുന്ന ഫോർമാറ്റിലൊക്കെ ആയിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസുകളും അതിൻ്റെ യൂസസാണ്. മെയിൻലി യൂസ് ചെയ്യാറ് MySQL അതല്ലെങ്കിൽ PostgreSQL അതല്ലെങ്കിൽ SQL സെർവറുകളൊക്കെയാണ്. മൈക്രോസോഫ്റ്റ് SQL സെർവറുകളാണ്, അല്ലെങ്കിൽ MongoDB, Oracle എന്നുള്ള എല്ലാ ഡാറ്റാബേസുകളും അതൊക്കെ ഓരോ കേസുകളിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ഡാറ്റാബേസും അതിൻ്റെ യൂസും അത് എത്രത്തോളം പോപ്പുലർ ആയി എന്നുള്ള റീസൺസുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ MySQL എന്നാണ് വേൾഡ് പോപ്പുലർ ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസ് ആണ് MySQL എന്ന് പറയുന്നത്. വെബ് ആപ്ലിക്കേഷൻസിനും അതുപോലെ തന്നെ കണ്ടൻറ് റൈറ്റിങ്ങിനും കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസാണ് MySQL എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെയിം സിൻറ്റാക്സും ചെറിയ വ്യത്യാസങ്ങളുള്ള ഒരു ഡാറ്റാബേസാണ് PostgreSQL എന്ന് പറയുന്നത്. ഇതും ഓപ്പൺ സോഴ്സ് ഡാറ്റാബേസാണ് വിത്ത് പവർഫുൾ ഫീച്ചേഴ്സ്. MySQLനേക്കാൾ കുറച്ചും കൂടെ പവർഫുൾ ഫീച്ചേഴ്സ് ഉള്ളത് ഈ ഒരു PostgreSQLിലാണ്. അതുപോലെ തന്നെ JSON അതല്ലെങ്കിൽ XML ഡാറ്റ ടൈപ്സ് അതെന്തെല്ലാം എന്നുള്ളതൊക്കെ നമ്മൾ വരും സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് സെർച്ചിങ് അല്ലെങ്കിൽ മറ്റു കസ്റ്റം ഫങ്ഷൻസുകളൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടേതായിട്ടുള്ള യൂസിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റാബേസാണ് PostgreSQL എന്ന് പറയുന്നത്. പൊതുവേ ഡാറ്റ അനലിറ്റിക്സിനും അല്ലെങ്കിൽ ജിയോസ്പേഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് ആപ്സിനൊക്കെ വേണ്ടിയിട്ട് പൊതുവേ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു PostgreSQL എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MySQL സെർവർ, മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ ഉണ്ട്. MySQL അല്ല, മൈക്രോസോഫ്റ്റിൻ്റെ SQL സെർവർ. ഇവിടെ ഇതും ഒരുപാട് റിച്ച് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡാറ്റാബേസാണ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ബിസിനസ് അനലിറ്റിക്സിനും അനലിസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് തന്നെയാണ് മൈക്രോസോഫ്റ്റ് SQL സെർവർ എന്ന് പറയുന്നത്. .NET ആപ്ലിക്കേഷൻസിനും ബിസിനസ് ഇൻ്റലിജൻസ് സൊല്യൂഷൻസിനൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് SQL സെർവർ എന്ന് പറയുന്നത്. അതല്ലാതെ മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിൾ, MongoDB, കസാൻഡ്ര, റെഡിസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡാറ്റാബേസുകളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സുകളുണ്ട്. എവിടെ യൂസ് ചെയ്യണം അതല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്താണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ള രീതിക്ക് ഒരുപാട് ഫീച്ചേഴ്സുള്ള ഡാറ്റാബേസുകളാണ് ഓരോന്നും. അപ്പോൾ ഇതിൻ്റെയും കോമൺ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കോമൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യുക, മില്യൺസ് ഓഫ് അല്ലെങ്കിൽ എൻലാർജ് ആയിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള വലിയ സൈസുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്യുക, അതിനെ കീപ്പ് ചെയ്യുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിനെ വർക്കൗട്ട് അതിലേക്ക് പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പൊതുവെ ഇത് യൂസ് ചെയ്യുന്നത്. ബട്ട് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അധികമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദെൻ നെക്സ്റ്റ് കോർ ഡാറ്റാബേസ് മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡാറ്റനെ അല്ലെങ്കിൽ ടേബിളിനെ മാത്രം സ്റ്റോർ ചെയ്യുന്നതല്ല. ഓക്കെ, ഒരുപാട് ഡാറ്റാബേസുകൾ പല രീതിക്കുള്ള മോഡൽസാണ് സ്റ്റോർ ചെയ്യുക. എല്ലാത്തിലും ഡാറ്റ തന്നെയാണ് എന്നുള്ള ഓക്കെയാണ്, ബട്ട് ഇതിൻ്റെയൊക്കെ മോഡൽസിന് ഡിഫറെൻറ്റ് നെയിംസുകളുണ്ട്. ഫസ്റ്റ് വൺ ടേബിൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ടേബിൾ ഫോർമാറ്റിൽ റോസും കോളംസും. അപ്പോൾ ഇതേപോലെ റോസും കോളംസുമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ടേബിൾസ് എന്ന് പറയുക. ടേബിൾ ഈ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു മോഡലിന് എക്സാമ്പിളാണ്. മറ്റൊന്ന് വ്യൂസ് എന്ന് പറയും. വ്യൂസ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് വ്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് യൂസുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് ഡാറ്റനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടേബിൾസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് വ്യൂസ് എന്ന് പറയുന്നത്. നമുക്കൊരു പെർട്ടിക്കുലർ ക്വറി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിനെ മാത്രം നമുക്ക് സേവ് ചെയ്ത് വെക്കണം, ആ സേവ് ചെയ്യുന്നതിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് വ്യൂസ് എന്ന് പറയുന്നത്. യൂസർ ആക്സസ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേബിൾ, അതുപോലെ തന്നെ മെർജ്ഡ് വ്യൂ, ഓർഡേഴ്സ് ടേബിൾ, ഷിപ്പിംഗ് ടേബിൾ, പ്രൊഡക്ട്സ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം ഒരു വ്യൂ ലെയറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ ഏതൊക്കെ കാണണം എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ
ആ സ്കൂളിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, പല സ്റ്റുഡൻസും പല ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ് ടീച്ചറിന്, ഇപ്പോൾ ഒരു 10th ഒരു ക്ലാസ് ടീച്ചറിന് ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു വ്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്കൊരു പെർട്ടിക്കുലർ കൊറിയനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനെ സേവ് ചെയ്തിട്ട് അതൊരു പോയിന്റിലോട്ട് അതിനെ മറ്റൊരു കൊറിയയിലോട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഈ ഒരു വ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ 10th ക്ലാസ്സിലെ ആ ക്ലാസ് ടീച്ചറിന് ആ 10ലെ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ മാത്രം വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഓരോരുത്തർക്കും ഓരോ വ്യൂ സെക്ഷൻസ് നമുക്ക് ഈ ഒരു വ്യൂ എന്ന് പറയുന്ന മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കൊറി അല്ലെങ്കിൽ നമ്മൾ ടെമ്പററി കാണുന്ന കുറേ കൊറികളുണ്ട്. കുറേ മീൻസ് ഫങ്ഷൻസ്, ഒരുപാട് ഫങ്ഷൻസിൻ്റെയും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ SQLൽ കൊറി എന്ന് പറയും. അപ്പോൾ ഈ കൊറി സേവ് ചെയ്ത് വെച്ചിട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് വ്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. SQLൽ നമ്മൾ ഓട്ടോമേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഓട്ടോമേഷൻ എന്താണെന്ന് നമ്മൾ എക്സലിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതായത് നമ്മൾ മാനുവലി ചെയ്യുന്ന ടാസ്കുകൾ, ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ നമുക്ക് ഓട്ടോമാറ്റീവ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ അതല്ലെങ്കിൽ ഓട്ടോമേഷൻ നടത്തി നമുക്ക് നമ്മുടെ ഒരു മാനുവൽ പവർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഒരു പേര് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ പേര് ഒരു ഡാഷ്ബോർഡിലോട്ട് പോകുന്നു. അതല്ലെങ്കിൽ ഒരു 2 പേരുകൾ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു രീതിക്കാണ് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തമ്മിൽ മെർജ് ചെയ്തിട്ടൊരു ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു കോളത്തിൻ്റെ അണ്ടറിൽ അവരുടെ ആ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തമ്മിൽ മെർജ് ചെയ്തിട്ടൊരു ഫുൾ നെയിം എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടാവണം. അപ്പോൾ അതുപോലെ ഒരുപാട് ഓട്ടോമേഷൻ, അത് ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. വരും SQL സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ട്രിഗേഴ്സ്, എങ്ങനെയാണ് ഓട്ടോമേഷൻ നടത്തേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകളെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിഗേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. ട്രിഗർ വർക്ക് ചെയ്യുന്നത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇവൻറ്റുകളിലാണ് നമ്മൾ ട്രിഗേഴ്സ് വർക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഓരോ ബിസിനസ് റൂൾസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യത്തിലോട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ, ഓട്ടോമാറ്റിക്കലി അതിലോട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് ഈ ട്രിഗർ എന്ന് പറയുന്ന സെക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റോർഡ് പ്രൊസീജിയർ വളരെ ഫേമസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കൊറി, ഇപ്പം നമ്മൾ SQL നമ്മൾ വരും സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, SQLലെ ചില കൊറീസ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി ആയിട്ട് മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ റിസൾട്ട് നമുക്ക് ടെമ്പററി ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് പെർമനൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വ്യൂ ആയിട്ടോ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു സെയിൽസിൻ്റെ സമ്മ കാണണം, സെയിൽസിൻ്റെ ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് കാണണം. അപ്പോൾ ഈ ടോട്ടൽ സെയിൽസിന് ഞാൻ യൂസ് ചെയ്യുന്ന കൊറി എന്ന് പറയുന്നത് അതെനിക്ക് എപ്പോഴും റൺ ചെയ്ത് അതല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ അത് എപ്പോഴും അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഓരോ ടൈമിലും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചിലപ്പോൾ സെയിൽസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയും കേസുകളിൽ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ കൊറിനെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ആവശ്യമുള്ള കൊറികളെ സേവ് ചെയ്ത് വെക്കുന്ന മോഡലിനെയാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. അതുകൊണ്ടുള്ള യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ഒരു സെയിൽസ് എത്രയാണെന്നുള്ളത് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെയിൽസ് എത്രയാണ് കാണേണ്ടതെന്നുള്ള SQLൻ്റെ കൊറി നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പക്ഷേ എല്ലായ്പ്പോഴും ഓക്കെ ആണെന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൊറി ഓൾറെഡി സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നതിൻ്റെ പെർഫോമൻസ് ആണ്. നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്ത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റീയൂസബിലിറ്റി, നമുക്ക് ഒരു വട്ടം എഴുതിയാൽ മതി, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത്. ഞാനൊരു കൊറി, ഇപ്പോൾ ടോട്ടൽ സെയിൽസ് ഞാനൊരു സ്റ്റോർഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനത് എൻ്റെ സെർവറിൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു മോഡൽസാണ് നമ്മളിവിടെ പറയുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യൂസ് ആണെങ്കിലും ടാബിൾസ് ആണെങ്കിലും
ഇനി പറയുന്ന ട്രിഗേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ട്രിഗേഴ്സ് ആണെങ്കിലും ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എല്ലാം ഡാറ്റാബേസുകളിൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ സെർവറിൽ സ്റ്റോർ ചെയ്യുന്ന മോഡൽസാണ്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസ് ഞാൻ എവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന ട്രിഗേഴ്സും വ്യൂസും ടാബിൾസും സ്റ്റോർഡ് പ്രൊസീജിയേഴ്സും എല്ലാം അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു വട്ടം ഒരു കോഡ് എഴുതി അത് സ്റ്റോർഡ് പ്രൊസീജിയറായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റിയാണ്. നമുക്ക് ഡാറ്റ ആക്സസ് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആർക്കും അത് അക്സസിബിൾ ആവാത്ത രീതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റാബേസിന് നമുക്ക് പെർമിഷൻ അലോ ചെയ്യാനും ആർക്കൊക്കെ കാണണം, ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റോർഡ് പ്രൊസീജിയേഴ്സിനെയും ആർക്ക് കാണണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഓപ്ഷനും കൂടെ നമുക്ക് ഈ ഒരു സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന മോഡലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം വാട്ട് ഈസ് SQL. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതും നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന 2 ടൈപ്സ് ഓഫ് ഡാറ്റാബേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽപ്പെട്ടതാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽപ്പെട്ടതാണ് നമ്മൾ SQL എന്ന് പറയുന്നത്. NoSQL എന്ന് പറയുന്നത് നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് ഈ ഒരു SQLൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റനെ മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഡാറ്റാബേസിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഈ ഒരു SQL എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ ഒരു ലാംഗ്വേജ് തന്നെയാണ് എന്ത് SQL എന്ന് പറയുന്നത്. പക്ഷേ അത് ഡാറ്റാബേസിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഡാറ്റനെ മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും എന്തെങ്കിലും അപ്ഡേഷൻസോ എന്ത് കാര്യങ്ങളും ഡാറ്റനെ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു SQL എന്ന് പറയുന്ന ക്വറി യൂസ് ചെയ്തിട്ട്, ഇത് നമ്മൾ ക്വറി എന്നാണ് പറയുക, ക്വറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. SQLൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ക്വറി ഡാറ്റ എന്ന് പറയുന്നതാണ് സെയിം ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡാറ്റനെ ഫിൽറ്റർ ചെയ്തെടുക്കാനും സോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഒക്കെ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ SQL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ മോഡിഫൈഡ് ഡാറ്റ. പുതിയ റെക്കോർഡ്സ്, പുതിയൊരു ഡാറ്റ നിങ്ങൾക്ക് ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു SQL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യാം. ദെൻ ഡിഫൈൻ സ്ട്രക്ചർ. നമുക്ക് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടേബിളിൽ എന്തെല്ലാം വേണം, അതിൽ ഓരോ കോളംസ് എങ്ങനെ വേണം, ആ കോളംസിൻ്റെ ഡാറ്റ ടൈപ്പ് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ വാല്യൂസ് കൊടുക്കണം പറ്റണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു SQL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യും. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ടാബിളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 2 ടാബിളുകളും തമ്മിൽ റിലേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രൈമറി കീ, ഫോറിൻ കീ എന്നൊക്കെ പറയുന്ന കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിൽ കൂടുതൽ ടാബിൾസുകൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഏത് ടാബിളിലാണ് പ്രൈമറി കീ സെറ്റ് ചെയ്യേണ്ടത്, ഏത് ടാബിളാണ് ഫോറിൻ കീ സെറ്റ് ചെയ്യേണ്ടത്, ഈ 2 ടാബിൾ എങ്ങനെ കണക്ട് ചെയ്യണം എന്നെല്ലാം നമ്മൾ ചെയ്യുന്നതും ഈ ഒരു SQL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ കൺട്രോൾ ആക്സസ്. നമ്മൾ ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കുന്നത്, ഒരു ഡാറ്റാബേസിന് പെർമിഷൻ കൊടുക്കുന്ന നമുക്ക് എല്ലാ ഡാറ്റാബേസും നമ്മളൊരു ഓർഗനൈസേഷനിലെ അണ്ടറിലുള്ള എല്ലാവരും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാൻഡ് ഒരാൾക്ക് ആ ഒരു ഡാറ്റാബേസിന് പെർമിഷൻ അലോ ചെയ്യണം. റീഡിങ് പെർമിഷനുണ്ട്, റൈറ്റിംഗ് എഡിറ്റിംഗ് പെർമിഷനുണ്ട്. അപ്പോൾ ഏത് പെർമിഷനാണ് അയാൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു SQL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഡാറ്റാബേസുകൾക്കും അതായത് പെർമിഷൻസ് നമുക്ക് ഗ്രാൻഡ് വേണോ, അതല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കണോ, അതല്ലെങ്കിൽ എഡിറ്റിംഗ് ആക്സസ് വേണോ, റീഡിംഗ് ആക്സസ് വേണോ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും നമുക്ക് ഈ ഒരു SQL എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസിൽ പൊതുവേ ഈ ഒരു SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് തന്നെയാണ് എല്ലാ കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. സോ ഈ SQL എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു ഡാറ്റ അനലിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജാണ്. ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും ഡാറ്റ മാനേജ് ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് തന്നെയാണ് SQL എന്ന് പറയുന്നത്. ഒരിക്കലും പവർ BI അറിഞ്ഞിരുന്നാലും ടാബ്ലു അറിഞ്ഞിരുന്നാലും എക്സൽ അറിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് അതോടൊപ്പം ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ലാംഗ്വേജ് തന്നെയാണ് ഈ SQL എന്ന് പറയുന്ന ലാംഗ്വേജ്. അതല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനെ കുറിച്ച് നല്ലൊരു അറിവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഡാറ്റ അനലിറ്റിക്സ് എന്താണ് എന്നുള്ള കറക്റ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ. ദെൻ കോർ ഫീച്ചേഴ്സ് ഓഫ് SQL ഡാറ്റ മോഡൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. ടാബിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റോസും കോളംസും ആയിട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് ടാബിൾസ് എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി കീ. നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ എക്സലിൻ്റെ കേസിലും പവർ ബിൻ്റെ കേസിലും ഒക്കെ പറഞ്ഞത് കേസാണ് പ്രൈമറി കീ എന്നുള്ളത്. പ്രൈമറി കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാബിളിൽ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ഉള്ള കോളംസ്, അതിനാണ് യുണീക്ക് ഐഡൻറ്റിഫയേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്
ആ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയീസ് അവരുടെ നെയിം, പ്ലേസ്, ഏജ് എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയി ID. സോ ഈ എംപ്ലോയി ID എന്ന് പറയുന്നത് ഈച്ച് എംപ്ലോയീസിനും യുണീക്ക് ആയിരിക്കും. ഒരു പക്ഷേ പേര് സെയിമുള്ള എംപ്ലോയീസ് ഒരു കമ്പനിയിൽ ഉണ്ടാവാം, ഏജ് സെയിമുള്ള എംപ്ലോയീസ് ഉണ്ടാവാം, പ്ലേസ് സെയിമുള്ള എംപ്ലോയീസ് ഉണ്ടാവാം. പക്ഷേ ഒരിക്കലും ഒരു എംപ്ലോയി ID ഒരിക്കലും ഓരോരുത്തരുടെയും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ളത് വരില്ല. എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയി IDസും യുണീക്ക് ആയിരിക്കും. അപ്പോൾ ആ യുണീക്ക് ആയിട്ടുള്ള എംപ്ലോയി ID യൂസ് ചെയ്തിട്ടാണ് ആ കമ്പനിയിലെ ഓരോ എംപ്ലോയീസിനെയും സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ യുണീക്ക് ഐഡൻറ്റിഫയേഴ്സിനെ അതല്ലെങ്കിൽ എൻ്റെ റെക്കോർഡിനെ സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാല്യൂസുള്ള കോളത്തിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഫോറിൻ കീ? ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ടാബിൾസുകളെ, ഒന്നിൽ കൂടുതൽ ടാബിൾസ് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ടാബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രെയിനാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി കീയും ഈ ഫോറിൻ കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ടാബിൾസുകളെ കണക്ട് ചെയ്യുന്നത്. സോ ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബിളിലുള്ള പ്രൈമറി കീ മറ്റൊരു ടാബിളിലോട്ട് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിലൊരു ടാബിളുണ്ട്, എംപ്ലോയി ID, അതുപോലെ തന്നെ അവരുടെ നെയിം, അവരുടെ ഏജ്, അവരുടെ പ്ലേസ്. മറ്റൊരു ടാബിളിൽ കറസ്പോണ്ടിങ് എംപ്ലോയി IDs ഉണ്ട്, അവരുടെയൊക്കെ സാലറീസും ഉണ്ട്. ഓക്കെ, മന്ത്ലി വൈസ് സാലറീസോ അല്ലെങ്കിൽ ഇയർലി വൈസ് സാലറി എങ്ങനെ ആയിക്കോട്ടെ, അവരുടെ സാലറിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ എനിക്ക് ഈ രണ്ട് ടാബിളിനെയും മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമൺ എംപ്ലോയി ID വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെർജ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഫീച്ചറാണ് ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മളൊരു SQL ഒരു ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ റെഗുലേഷൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നടത്തണം എന്നുള്ളതാണ് ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SQLലെ ഒന്നിൽ കൂടുതൽ ക്വറീസ് കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതായത് ഒന്നിൽ കൂടുതൽ ക്വറീസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസ് അല്ലെങ്കിൽ എങ്ങനെ അത് വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ആസിഡ് പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ പറയുന്നത്. ആസിഡിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് അറ്റോമിസിറ്റി, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റി. ഈ ഒരു എന്തെല്ലാമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ റെഗുലേഷൻസും ഈ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് SQLൽ ട്രാൻസാക്ഷൻ, ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്വറീസ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് SQLൻ്റെ ഡാറ്റ ടൈപ്സുകളാണ്. SQL ഡാറ്റ ടൈപ്സ് നമ്മളൊരു ടേബിൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോ കോളംസും ഏത് ടൈപ്പിൽ വരണം എന്നുള്ളതാണ് ഇവിടെ SQL ഡാറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പേരും നെയിമുമായി ബന്ധപ്പെട്ട കോളമാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് അതല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കോളംസ്, ഇപ്പോൾ സെയിൽസ് അതല്ലെങ്കിൽ പ്രോഫിറ്റ്, അതുപോലത്തെ നമ്പറുമായി ബന്ധപ്പെട്ട കോളംസ് അല്ലെങ്കിൽ ഏജ് എന്നൊക്കെ പറയുന്ന കോളംസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ന്യൂമറിക് ടൈപ്സാണ്. നമ്മളതിൽ ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡെസിമൽ, ന്യൂമറിക് എന്ന് പറഞ്ഞ് ഒരുപാട്, ഡബിൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂമറിക് ഡാറ്റ ടൈപ്സുകളുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ്, ചാർ, വാർച്ചാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഡേറ്റും ടൈമുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഡേറ്റ്, ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ട്രൂ ഓർ ഫാൾസ് ആയിട്ടുള്ള വാല്യൂസാണ് ഒരു കോളത്തിൽ കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരം കേസുകൾ നമ്മൾ ബൂലിയൻ ടൈപ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബൈനറി അതല്ലെങ്കിൽ ബൂലിയൻ ടൈപ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്സ്, ഏതൊക്കെ രീതിക്കുള്ള ഡാറ്റ ടൈപ്സാണ്, അത് എവിടെ യൂസ് ചെയ്യണം, ഏതൊക്കെ കോളംസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോ ഡാറ്റ ടൈപ്സും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ വരും സെക്ഷനിൽ, പ്രാക്ടിക്കൽ സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ എന്താണ് SQLൻ്റെ അല്ലെങ്കിൽ ഡാറ്റാബേസുകളുടെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോറേജ്. നമുക്കൊരു ഡാറ്റ, ഒരു എൻഹാൻസ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും നല്ലത് ഒരു സെർവറിൽ അല്ലെങ്കിൽ ഒരു ക്ലൗഡിൽ സ്റ്റോർ ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സെർവറാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഫോണിലോ അതല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മളൊരു ക്ലൗഡിൽ അല്ലെങ്കിൽ ഒരു സെർവറിൽ നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് പല ആളുകൾക്കും, ഒരു ഓർഗനൈസേഷനിലുള്ള പല ആളുകൾക്കും അത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്.
മറ്റൊന്ന് പവർഫുൾ ക്വറിയിങ്. അതായത് നമുക്ക് എന്തൊരു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടും SQL നമുക്ക് ക്വറീസ് പല രീതിക്കുള്ള ഓപ്പറേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റയെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയെ ഏറ്റവും ബെറ്റർ സ്ട്രക്ചേർഡ് ഫോർമാറ്റിലോട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്ലീൻഡ് ഫോർമാറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് SQL നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റ ഇൻറ്റിഗ്രിറ്റി, നമുക്ക് പല സെക്യൂരിറ്റി, നമുക്ക് ഒരു ഡാറ്റ ആർക്കൊക്കെ അക്സസിബിൾ ആവണം അല്ലെങ്കിൽ ആരെല്ലാം കാണണം, ആർക്കൊക്കെ റീഡബിൾ ആയിരിക്കണം എന്നുള്ള ഒരു പെർമിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ ഈ SQL ഡാറ്റാ ബേസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ അയാൾക്ക് ഏതൊരാൾക്കും എടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു ക്ലൗഡിലോ അല്ലെങ്കിൽ ഡാറ്റാ ബേസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡൻഷ്യൽസ്, അതിൻ്റെ പാസ്വേഡും യൂസർ നെയിമും ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം കിട്ടിയാൽ മാത്രമേ അത് അക്സസിബിൾ ആവുള്ളൂ. മാത്രമല്ല അത് ആർക്ക് അക്സസിബിൾ ആക്കണം എന്നുള്ളതെല്ലാം ഒരു ഡാറ്റാ ബേസ് അഡ്മിനിസ്ട്രേറ്ററിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മോഡേൺ സ്കെയിലബിലിറ്റി, PostgreSQLും SQL സെർവറൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽഡ് ഡാറ്റാസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പല ക്ലൗഡുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റു ടൂൾസുമായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പവർ BI എന്ന് പറയുന്ന ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ്, അല്ലെങ്കിൽ ടാബ്ലോ, അതല്ലെങ്കിൽ എക്സൽ, ഈ ടൂൾസുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ SQLിലുള്ള അല്ലെങ്കിൽ ഡാറ്റാ ബേസിലുള്ള ഡാറ്റനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ വിഷ്വൽസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സൽ അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ കൊണ്ടും പറ്റും. പക്ഷേ കൂടുതൽ നമുക്കൊരു ഒരു റിപ്പോർട്ടിനെ ലൈവ് ആക്കണമെന്നുണ്ടെങ്കിൽ, ലൈവ് ആക്കുക മീൻസ് നമ്മളൊരു ഡാറ്റ ഈ SQLിലോട്ട് അല്ലെങ്കിൽ ഡാറ്റാ ബേസിലോട്ട് ഒരു ഡാറ്റ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡാറ്റാ ബേസും നമ്മുടെ പവർ BIയോ അതല്ലെങ്കിൽ ടാബ്ലോ എക്സലോ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ അതിലേക്ക് ഇൻസേർട്ട് ആവുകയോ അപ്ഡേറ്റ് ആവുന്നതോ അനുസരിച്ച് നമ്മുടെ പവർ BI റിപ്പോർട്ടും അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ലൈവായിട്ടുള്ള ഡാറ്റ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെർവറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഡാറ്റാ ബേസുകളിൽ നിന്നോ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവായിട്ടുള്ള ഡാറ്റനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള പോർഷൻസ് CSV ഫയൽസോ എക്സൽ ഫയൽസോ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റഡ് ഡാറ്റ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ അതാണ് ഈ ഒരു SQLിൻ്റെ ഡാറ്റാ ബേസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ഏതെങ്കിലും ഒരു ഡാറ്റാ ബേസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് പവർ BIയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച BI ടൂൾസുമായിട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളത്, മാത്രമല്ല എങ്ങനെ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ക്ലീനിങ് പ്രോസസ്സുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റാ ബേസിനെ കുറിച്ചുള്ള നല്ലൊരു ഐഡിയ വേണം. മാത്രമല്ല ഓരോ ക്വറീസും എന്താണ്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡാറ്റനെ ക്ലീൻ ചെയ്യേണ്ടത്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, ഡാറ്റാ ബേസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഡാറ്റാ ബേസ് എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ വരും സെക്ഷൻസിൽ പറയുന്നുണ്ട്. സോ ഇതാണ് SQLിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പവർ ഓഫ് ഡാറ്റാ ബേസ് ആൻഡ് SQL എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ SQL സെർവർ എന്ന് പറയുന്ന സമയത്ത് ഏതൊരു ഡാറ്റാ ബേസ് ആയിക്കോട്ടെ, ഈ ഡാറ്റാ ബേസൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു IDEയിലായിരിക്കും. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന IDE എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ക്വറി എവിടെയാണോ എഴുതുന്നത് അതിനാണ് നമ്മൾ IDE എന്ന് പറയാം. സോ ഒരുപാട് IDEs ഉണ്ട്. MySQLൻ്റെ കേസിലാണെങ്കിൽ MySQL വർക്ക് ബെഞ്ച് എന്ന് പറയുന്ന IDE ഉണ്ട്. PostgreSQLൻ്റെതാണെങ്കിൽ PostgreSQLൻ്റെ PG അഡ്മിൻ എന്ന് പറയുന്ന IDE ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ അസസിൻ്റെ IDE ഉണ്ട്. മൈക്രോസോഫ്റ്റ് അസസ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഡാറ്റാ ബേസാണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു IDE ഉണ്ട്. അങ്ങനെ ഒരുപാട്, അത് MongoDB ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള IDEസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ IDE നമ്മൾ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സെർവറാണ് അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു IDE ആണെങ്കിൽ ഇപ്പോൾ വാലന്റിനോ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു IDE ഉണ്ട്. ആ ഒരു IDEൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സെർവർ വേണമെങ്കിലും MySQLോ PostgreSQLോ മൈക്രോസോഫ്റ്റ് SQL സെർവറോ ഏത് ഡാറ്റാ ബേസുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാലന്റിനോ സ്റ്റുഡിയോ എന്ന് പറയുന്ന IDEയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഏത് IDE യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഏത് സെർവറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെർവറിലാണ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുക. നമ്മൾ ഏത് IDE യൂസ് ചെയ്യണമെങ്കിലും IDE നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും, പല ഫീച്ചേഴ്സ് ഉണ്ടാവും. ചില IDEസിൽ നമുക്ക് ഡാറ്റനെ കാണാൻ പറ്റും. ചില IDEയിൽ നമ്മളെ എറർ ജസ്റ്റ് നല്ല അവർ ഡിഫൈൻ ചെയ്ത് തരും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ ചില IDEs ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള IDEs ഉണ്ടാവും. അതെല്ലാം ബേസ്ഡ് ഓൺ IDEs ആണ്. പക്ഷേ നമ്മുടെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാതും ഏത് മോഡലേക്കോ ടാബ്ലോ വ്യൂസോ എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം സ്റ്റോർ ആവുന്നതും അതെല്ലാം സേവ് ആവുന്നതും ഈ PostgreSQLൻ്റെ സെർവറുകളിലായിരിക്കും, ഒരിക്കലും IDEകളിലല്ല. സോ IDE ഏതുമായാലും
സെർവറാണ് നമുക്ക് പ്രധാനം എന്ന് പറയുന്നത്. സെർവറുകളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ വരും സെക്ഷനിൽ നമ്മൾ ഐഡിയെ കുറിച്ചിട്ടും ഏതൊക്കെ IDEs യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഏതൊക്കെ സെർവറാണ് വർക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് SQLൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു തവണ കണ്ടിട്ട് കാര്യമില്ല, ഓവർ ആൻഡ് ഓവർ വാച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് കാര്യം. ഈ റോഡ് മാപ്പ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്താൽ ഡാറ്റ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് കരിയർ ബിൽഡ് ചെയ്യാം.